ഹായ് ഗായ്സ്, ഞാൻ എത്തിയിട്ടുള്ളത് കെയർ യൂണി ഹോസ്പിറ്റലാണ് കേട്ടോ. ഇത് നെരുപ്പറമ്പിലാണ്. ഇന്ന് ഹിജാമ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട്. സോ ആദ്യം നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞപ്പോൾ നെക്സ്റ്റ് പേഷ്യന്റ് കയറുന്ന മുന്നേ ആയിട്ട് ഒന്ന് ഡോക്ടറെ കാണാൻ പറഞ്ഞു. അങ്ങനെ മുസ്താഖ് അഹമ്മദ് ഒരു കിഡിലും ഡോക്ടറാണ്. ആൾ നമ്മളെ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമ്മളോട് ഹിജാമ റൂമിലേക്ക് കയറാൻ പറഞ്ഞു. പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിജാമ ചെയ്യാൻ വന്നതാണ്. ഇവിടെ ഒരു യുനാനി നമ്മുടെ നെരുപ്പറമ്പ് ഭാഗത്ത് കെയർ യുനാനി ഹോസ്പിറ്റൽ കനാൽ റോഡിലാണ് ഉള്ളത് കേട്ടോ, നെരുപ്പറമ്പ്. ഇവിടെ മുസ്താഖ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ഉണ്ട്. എല്ലാവരും നല്ല അടിപൊളി അഭിപ്രായം പറയുന്നതാണ്. എൻ്റെ ഗ്രാൻഡ്മാനെ ആണെങ്കിലും ശരി, അതേപോലെ മമ്മാനെ ആണെങ്കിലും ഒരുപാട് കാലം ഇവിടെ തന്നെയാണ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പൊ ഞാൻ വെക്കേഷന് വന്നപ്പോൾ ഹിജാമ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു. അത് കാരണം ഞാൻ ഇവിടെ വന്നിട്ടൊന്ന് ഹിജാമ ചെയ്ത് നോക്കി. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇവരെ ഹിജാമയും കാര്യങ്ങളൊക്കെ. ഇത് മൺചേട്ടനാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ എന്താ പറയാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് മൂപ്പരാണ്. വന്നപാട് നമുക്ക് എന്ത് ചെയ്ത് ഇത് കണ്ടോ, റോസയും വെള്ളത്തില് കുറച്ച് റോസ് ആക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും കുടിക്കാനൊക്കെ തന്ന്. എന്താണ് ഡോക്ടറെ പറ്റിയിട്ട് അഭിപ്രായം ഹിജാമനെ കൊണ്ട്? നല്ല അഭിപ്രായമാണ്. ഒരുപാട് പേഷ്യൻസ് ഒക്കെ വരുന്നുണ്ട്. ശരീരത്തിലുള്ള ചീത്ത നീരും രക്തങ്ങളും ദുഷിച്ച രക്തങ്ങളൊക്കെ വലിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ്. തളർച്ച, ക്ഷീണം, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ക്ലിയർ ആക്കുന്ന ഒരു ട്രീറ്റ്മെന്റാണ് ഹിജാമ. ഡോക്ടർ അസിസ്റ്റ് ചെയ്യും അല്ലേ? അതെ അതെ. കപ്പ് വെച്ചത് ഏതൊക്കെ പോയിന്റിലാണ് ഡോക്ടറെ എന്താ പറയാ അസിസ്റ്റന്റ് പ്രകാരം നമുക്ക് കപ്പ് വെച്ചുതരും. പിന്നെ നമുക്ക് ചെയ്യുന്നതിന് മുന്നേ ബ്ലഡ് പ്രഷർ നോക്കുകയൊക്കെ ചെയ്യും ഡോക്ടർ. എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് മൂപ്പര് പറയുന്നത് എവിടെയൊക്കെ ഏതൊക്കെ പ്രഷർ പോയിന്റിൽ വേണം കപ്പ് വെക്കാൻ. സോ ഈ കപ്പ് വെക്കണതൊക്കെ ഡോക്ടർ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ. എവിടെയാണ് ഏത് പോയിന്റിലാണ് ഈ കപ്പ് കാര്യങ്ങളൊക്കെ വെക്കേണ്ടത്. ഈ കപ്പ് വെക്കുന്ന സ്ഥലത്ത് രോമം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അവർ വടിച്ചു കളയും. എന്നിട്ടാണ് ആ ഭാഗത്ത് എന്ത് ചെയ്യുക, ബാക്കിയുള്ള പ്രോസസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഹിജാമ ചെയ്യണ മുന്നേ ഇവർ ഈ ലുക്മാൻ ഈ ഹയാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിലുണ്ട്. ആ ഓയില് നമ്മളെ മേല് പുരട്ടിട്ട. ഈ ഓയില് നോർമലി നമ്മൾ ആയുർവേദത്തില് മുറിവെണ്ണ ആയുർവേദത്തിലല്ല സിദ്ധവൈദ്യത്തിലുള്ളതാണ്. അപ്പോൾ അതേപോലെ ഉള്ള ഒരു ഓയിലാണ്. പക്ഷെ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ബേൺസിനും അതേപോലെ തന്നെ ചെറിയ പെയിനൊക്കെയാണ്. ചെറിയ പെയിനും അതേപോലെ പൊള്ളലേറ്റാലൊക്കെ തേക്കുന്ന ഒരു ഓയിലാണ്. യുനാനിയിലുള്ള ഒരു മരുന്നാണ്. നമ്മള് സിദ്ധവൈദ്യത്തിലാണ് മുറിവെണ്ണ ഉള്ളത് പോലെ യുനാനിയിലുള്ള ഒരു മരുന്നാണിത്. നമ്മൾ ആയുർവേദത്തിൽ മിക്ക ഡോക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. മിക്ക ഡോക്ടേഴ്സ് അല്ല, എല്ലാ ഡോക്ടേഴ്സും യൂസ് ചെയ്യും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ കപ്പ് കണ്ടോ, പുതിയ കപ്പാട്ടോ വെക്കുന്നത്. എല്ലാവർക്കും ഒരു കപ്പല്ല, എല്ലാതും പുതിയതാണ് അവരെടുക്കുന്നത്. പിന്നെ ഈ സംഭവം ചെയ്യുമ്പോൾ, അതായത് എന്താ പറയാ, നമ്മളെ ഈ വാക്വം വെച്ച് ചെയ്യുമ്പോൾ കപ്പ് നീക്കുമല്ലോ, ആ ഒരു പ്രോസസ്സും അത്യാവശ്യം പെയിൻഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ട. ഭയങ്കര പെയിൻ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു പെയിന്. അതേപോലെ എല്ലാവരും വിചാരിക്കും ഈ കട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ പെയിൻ ഉണ്ടാകുന്നത്. കട്ട് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ തീരെ പെയിൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങനെ വല്ലാതെ അറിയില്ല. കാരണം ഈ വാക്യൂം ഇങ്ങനെ സ്കിന്നും ഫ്ലഷും കൂടിയിട്ട് വലിച്ചു വെച്ചിട്ട് പിന്നെ അതിന്റെ മേലെ ചെയ്യല്ലേ. അപ്പൊ നമുക്ക് തീരെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല. ഇതിങ്ങനെ കട്ട് ചെയ്യണ പോലത്തെ ഒരു ഫീൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മൺചേട്ടൻ ചെയ്യണുണ്ടല്ലേ, ഫുള്ള് അളന്ന് മുറിച്ചിട്ടാണ് മൂപ്പര് എന്തെയ്യണ് ഈ കപ്പൊക്കെ വെക്കണത് കേട്ടോ. അതൊക്കെ ആ പോയിന്റിൽ തന്നെ കൃത്യമായിട്ട് വെക്കാൻ അറിയണം. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ഈ കപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ കപ്പ് ആവശ്യത്തിലുള്ള സ്ഥലത്തൊക്കെ വെച്ചതിന് ശേഷം നമ്മളോട് പെയിനോ കാര്യങ്ങളോ, അതായത് ബോഡിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇഞ്ചുറീസ് അങ്ങനെ എന്തെങ്കിലും നടന്ന പോർഷനോ അല്ലെങ്കിൽ ചെറിയ പെയിനുള്ള ഭാഗമോ അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും, അവിടെ ഈ കപ്പിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ, അതായത് ആ ഭാഗത്ത് ഹിജാമ ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഹിജാമ ചെയ്യും. പിന്നെ മൺചേട്ടൻ ഉഴിച്ചിൽ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് കാരണം തന്നെ ആളിങ്ങനെ ഒരു ചില സ്ഥലത്തൊക്കെ തൊട്ട് നോക്കിയിട്ട് എന്നോട് പറഞ്ഞ് ഇവിടെ പെയിൻ ഉണ്ടല്ലോ. സംഭവം മൂപ്പര് പറഞ്ഞത് ശരിയായിരുന്നു കേട്ടോ. ആള് തൊട്ട സ്ഥലത്ത് എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതിലൊരു പോർഷനിൽ ഈ കപ്പ് വെച്ച് ആ പോർഷനിൽ എന്ത് ചെയ്യാം, ആ പെയിന് ഉള്ള ഭാഗത്ത് കപ്പിങ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് മൺചേട്ടൻ പറഞ്ഞു, ഡോക്ടർ വന്നാൽ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പെയിൻ ഉള്ള കാര്യം. അങ്ങനെ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചിലപ്പോൾ ഡോക്ടർ പറയും എന്താ പറയുക കപ്പ് ചെയ്യാം അവിടെ. അങ്ങനെ എല്ലാ പോർഷനിലൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഏതൊരു പോർഷനിലാണ് നമുക്ക് ചെയ്യാൻ പറ്റണത്
ആ പോർഷനിൽ മാത്രം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മണിച്ചേട്ടൻ എന്ത് ചെയ്ത് ഡോക്ടറെ വിളിക്കാൻ പോയിട്ടോ. ഡോക്ടറാണ് ഹിജാമ എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നത്. കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ്, കാരണം ഇത് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് അത്യാവശ്യം കുറച്ച് നേരം നമ്മളിങ്ങനെ കെടുക്കണം. അങ്ങനെ മണിച്ചേട്ടൻ ഇങ്ങനെ ചെയ്യണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതൊന്നും ഹിജാമയിൽ ഉള്ളതല്ല, മൂപ്പര് ഓൾറെഡി ഉഴിച്ചില് കാര്യങ്ങൾ ചെയ്യുന്ന കാരണം ഇങ്ങനെ കൈ ഓടിച്ചു നോക്കുകയെന്ന് പറയല്ലേ, ഈ പെയിന് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇവിടെ പെയിൻ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് മൂപ്പര് പറയുന്നത്. ആൾക്ക് ഈ ഒഴിച്ചിൽ കുറച്ച് കാലമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആൾക്ക് അറിയാം ഈ ഭാഗത്തൊക്കെ പെയിൻ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇത് ഞാൻ ഏകദേശം പോവാനായ കാരണം ഇനിയിപ്പോ അത് ഒഴിച്ചിലേക്കൊന്നും നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. സോ അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരാഴ്ച ഇവിടെ വന്ന് കിടക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി എന്താണ് അപ്പോഴത്തെ അവസ്ഥ എന്നറിയില്ല. ഇനി ഇതിലേക്ക് തന്നെ ആ ജോയിന്റ് അത് തൊട്ടിട്ടുണ്ട്, അവിടെ ചെറിയ പേരുണ്ട്, ചിലപ്പം പിടിക്കുന്നുണ്ടാവും. അവിടെ ഇതാണ് എന്താ ഈ തുറന്നതാണ് പേരുണ്ടാവും. ഇതൊന്നും എനിക്ക് ചെയ്താൽ മാത്രം. അങ്ങനെയാ നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ട് ഡോക്ടർ വന്നു കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മൾ പറഞ്ഞ ഡോക്ടർ കേട്ടോ. മുസ്താഖ് അഹമ്മദ് എന്നാണ് പേര്. ആള് അത്യാവശ്യം പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. നാട്ടുകാർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു അഭിപ്രായമാണ് ഡോക്ടറെ പറ്റിയിട്ട്. ഡോക്ടർ അത്യാവശ്യം ഈ കാര്യത്തിൽ എക്സ്പേർട്ടാണ്. അത് കാരണം തന്നെ വരയുന്നതൊന്നും നമുക്ക് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മളോട് ചോദിക്കും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, എന്താ പറയുക, പെയിൻ ഉണ്ടോ വരയ്ക്കുമ്പോന്ന്. പെയിൻ ഇല്ലാന്ന് മാത്രമല്ല, ഡോക്ടറെ ഓരോ സംസാരം കേട്ടപ്പോൾ തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ആലോചനയെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നതാ സത്യം. ഡോക്ടറാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ആള് സംസാരിച്ചിരുന്നത്. ചില ഡോക്ടർമാരെ പോലെ മസിൽ പിടിച്ചിട്ട് ഇരിക്കുകയൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഒരു പോർഷൻ ഹിജാമ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മണിച്ചേട്ടൻ കപ്പ് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ആ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് കാണാത്തത്. ഇത് കണ്ടോ, ഡോക്ടർ അത്രയും സൂക്ഷ്മമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഈ ഹിജാമ പ്രോസസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ വരക്കണുണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഡോക്ടറോട് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങള്, അതേപോലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളിലേക്ക് ഡോക്ടറിനെ നേരിട്ട് പറയട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനെന്താ നമുക്ക് പറയാലോ, അതൊന്നും പ്രശ്നമുള്ളതല്ല, ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ അറിയട്ടെ. സോ അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടോ ഈ പോർഷനിൽ ഒരു ചെറിയ പെയിൻ ഉണ്ടെന്ന്. അപ്പോൾ ഈ പോർഷനിൽ എന്താ പറയുക, കപ്പ് വെക്കാൻ പറ്റും, അത് കാരണം ഇവിടെയും കൂടി വെക്കാൻ പറഞ്ഞു. അവിടെ ഉള്ള ഒരു പെയിന് കുറേ കാലമായിട്ട് കിടക്കുകയായിരുന്നു. ആ പെയിന് കംപ്ലീറ്റ്ലി മാറിയൊന്നുമില്ല, എന്നാൽ കൂടെ എനിക്ക് നല്ല ഭേദം ഉണ്ട് കേട്ടോ. അത് ഒരുപാട് കാലമായി ആ ഒരു പെയിൻ എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷെ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു 50% തന്നെ നമുക്ക് പറയാം. അത്രയും നല്ലൊരു എന്താ പറയുക റിലാക്സേഷൻ കിട്ടിയിട്ട് ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ആ ഒരു എഫക്റ്റ് കണ്ടു തുടങ്ങിയത് ആക്ച്വലി. അങ്ങനെ പിന്നെ ഇവിടെ മണിച്ചേട്ട ഈ ഒഴിയുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാലങ്ങളായിട്ട് ആ പെയിൻ അവിടെ ഉള്ളതാണ്. സോ അവിടെ ജസ്റ്റ് മൂപ്പരൊന്ന് ഒഴിഞ്ഞാൽ നീരൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അങ്ങനെ ചെയ്തത്. മൂപ്പര് അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ചോദിച്ചില്ല സമയത്ത്, കാരണം ആ ഒരു ഇതിലേക്ക് എടുക്കായിരുന്നു. അങ്ങനെ എന്ത് ചെയ്ത് അവിടെ മൂപ്പര് ഇതേപോലെ കപ്പിങ് വെച്ച്, ഈ കപ്പിങ് ചെയ്ത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേദന ഞാൻ പല കാര്യങ്ങളും ഞാൻ ചെയ്തു, പക്ഷെ എനിക്കത് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ഫുള്ളായിട്ടൊന്നും പോയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിക്ക് ഈ ഒരു എന്താ പറയുക പെയിന് പോയിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക ഒരു 50% എന്നൊക്കെ പറയാം, അത്ര ആ ഒരു രീതിയിൽ എന്ത് ചെയ്ത് പെയിൻ പോയിട്ടുണ്ട്. അങ്ങനെ അത് ഫീൽ ചെയ്ത് തുടങ്ങിയത് ഏകദേശം 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ്. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇവിടെ കുറച്ചു നേരം അങ്ങനെയൊക്കെ എടുക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ഒരു പീസ് എന്ത് ചെയ്ത് ലാസ്റ്റ് ചെയ്തത് ആ പെയിനുള്ള സ്ഥലം പറഞ്ഞപ്പോഴേ, അത് പിന്നെ ഡോക്ടർ വന്ന് കണ്ട് ഓക്കെ ആ ഭാഗത്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെയ്തതാണ്. സോ അതിനും കുറച്ച് സമയം എടുത്തു. അങ്ങനെ ആ ഒരു എന്താ പറയുക പീസ് മാത്രം ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മൾ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണത് കേട്ടോ. സോ അത്യാവശ്യം കുറേ നേരം കിടന്നപ്പോൾ കാല് എന്താ പറയുക ഫുള്ളിങ്ങനെ കുറെ നേരമായില്ലേ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നത്. അത് കാരണം മണിച്ചേട്ടൻ എന്ത് ചെയ്ത്, ഇതൊന്നും ഹിജാമിന്റെ ഭാഗത്ത് ഇല്ലാത്ത കേട്ടോ, ഹിജാമിന്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളല്ല, ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ലെഗ് കാര്യങ്ങളൊന്ന് സ്ട്രെച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ആള് പറയുകയും ചെയ്തിരിക്കുന്നു മസിൽസ് ഒക്കെ കുറച്ച് സ്റ്റിഫായി കിടക്കുകയാണ്, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ 2 കാലം സ്ട്രെച്ച് ഒക്കെ ചെയ്തെന്ന് കേട്ടാ. മണിച്ചേട്ടൻ സത്യം പറഞ്ഞാൽ നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു അവിടെ, കാരണം നമുക്ക് ഒരു ബോറടിക്കലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മെയിൻ റീസൺ ഇതേപോലെ കാല് സ്ട്രെച്ച് ചെയ്യലും അതേപോലെ തന്നെ മുപ്പര് വീട്ടിലൊക്കെ പൊട്ടിച്ചെന്ന് കേട്ടോ.
ഇവരേതായ രീതിയിൽ ഈ വിരലൊക്കെ പൊട്ടിക്കുമ്പോൾ നമ്മളെ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. സോ അത് കാരണം കുറച്ച് റിലാക്സിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് പിന്നെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് തീരുന്ന ഒരു കാര്യമല്ല. കുറെ നേരം നമ്മൾ അവിടെ കിടക്കണം. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങാനുള്ള സമയം തന്നെ അത് ഏകദേശം എന്തായാലും ഒരു അരമണിക്കൂർ 40 മിനിറ്റോളം എടുത്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. മെയിൻലി ഒരു 10-15 മിനിറ്റ് ഒക്കെ എടുക്കേണ്ട ഒരു പ്രോസസ്സാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ലാസ്റ്റ് കപ്പ് പിന്നെ വെച്ചല്ലോ, അത് കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ. ആ ഒരു റീസൺ ആയിരുന്നു ഇത് ഇത്ര ടൈം എടുക്കാൻ കാരണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ഒക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് ഭയങ്കര റിലാക്സ്ഡ് ആയി തോന്നി. അത് ഇത് ചെയ്തപ്പോഴല്ല കേട്ടാ, ചെയ്തിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു നല്ലതായി ചെയ്തതെന്ന് തോന്നിയത്. പിന്നെ ഇതിന്റെ പാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരു 1 വീക്കൊക്കെ എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഒരു 2 വീക്സ് ആയി കഴിഞ്ഞപ്പോഴാണ് മിക്ക പാടുകളും പോയത്. അതേപോലെ തന്നെ അതിൽ ഒരു പാട് മാത്രമാണ് 2 വീക്സ് കഴിഞ്ഞിട്ടും കുറച്ച് ദിവസം നിന്നത്. ഒരു 3 വീക്സ് ഒക്കെ ആയപ്പോൾ തന്നെ അത് ഫെയ്ഡ് ഔട്ട് ആയിട്ടാ. പിന്നെ അത്യാവശ്യം കുറേ ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് എടുക്കാനുള്ള സമയമായിട്ടോ. അങ്ങനെ അത് എടുക്കുകയാണ്. അത് ആ എയറൊക്കെ കളഞ്ഞിട്ട്, അതായത് അത്രയും ഫോഴ്സിലല്ലേ എടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്ത് വല്ലാതെ കളയാതെ, കാരണം ബ്ലഡ് ഉണ്ടല്ലോ, അത് കാരണം വല്ലാതെ കളയാതെ ആ ഒരു ഇതിലാണ്, മീൻസ് ആ വാക്വത്തിന്റെ ആ ഫോഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ഈ ബ്ലഡ് പോവാതെ എന്ത് ചെയ്യുക, അവിടെയുള്ള ആ ഒരു കവറിലേക്ക് ആക്കുകയാണ് മൂപ്പര് ചെയ്ത് കേട്ടോ. ഇത് എനിക്ക് ഇത്തിരി പെയിൻഫുൾ ആയി തോന്നി. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിലൂടെ ആ മുറി വെച്ച് വലിക്കല്ലേ. പക്ഷെ എന്നാലും അത്ര ഭയങ്കരമായ പെയിൻ ഒന്നുമില്ല. ഇറ്റ്സ് അൺസൈക്കബിൾ ഒന്നുമല്ല. പിന്നെ ബ്ലഡൊക്കെ അത്യാവശ്യം ഊറ്റിക്കണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ഇവര് എന്താ പറയുക, കെയർഫുൾ ആയിട്ടാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. ഈവൻ ആ ബ്ലഡ് പോണത് പോലും പിന്നെ ഹൈജീനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കിടക്കുന്ന സ്ഥലം കണ്ടില്ലേ, അത് ഡിസ്പോസിബിൾ ഷീറ്റ് ഉണ്ട്, അതിൻ്റെ മേലെയാണ് ഞാൻ കിടക്കുന്നത്. അതേപോലെ തന്നെ എല്ലാം യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പുതിയതാണ്, നമ്മളെ മുന്നിൽ വെച്ചിട്ട് തന്നെ പൊട്ടിക്കുന്നതൊക്കെ. പിന്നെ ഇവർ ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ വരുമ്പോഴാണെങ്കിലും ഗ്ലൗസ് യൂസ് ചെയ്തിരുന്നു. അതേപോലെ മണിച്ചേട്ടനാണെങ്കിൽ പോലും ഫുൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ഹൈജീനൊക്കെ അതിൻ്റെതായ രീതിയിൽ തന്നെ നോക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇത് മൊത്തം എടുത്ത് മാറ്റി അതിൻ്റെ ഇടയിൽ ഡോക്ടർ വന്ന് ആ ഒരു കപ്പിങ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു കപ്പിങ്ങിൻ്റെയും കൂടി ഹിജാമ പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മള് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്താ പറയുക ഡോക്ടർ സംസാരിക്കുന്നത്. അപ്പോ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ, അപ്പൊ അത് പോവാൻ വേണ്ടി ശരിക്കും സഹായിക്കും. പിന്നെ പ്രതിരോധശേഷി കൂട്ടാൻ നല്ലതാണ്. സ്കിൻ ഡിസീസുകൾ ഉണ്ടല്ലോ, സ്കിന്നിന്റെ കുറെ സ്കിൻ ഡിസീസുകൾ കുറയാൻ വേണ്ടിട്ട് നല്ല ഗുണം ചെയ്യുന്നത്. ബ്ലഡ് സർക്കുലേഷൻ നല്ലോണം ക്ലിയർ ആക്കുന്നതോട്ട് നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് പോകുമ്പോൾ തന്നെ സ്കിന്നിന് കുറെ നല്ല ഇത് കിട്ടും. അതുപോലെ നെർവുകൾ ഉണ്ടല്ലോ, ഞരമ്പുകൾ, അതിനും നല്ലതാണ്. അതിന്റെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ അതിനെ ഉഷാറാക്കാനൊക്കെ ഇത് സഹായിക്കും. അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഗുണങ്ങളല്ലേ. ഇതാണ് ഡോക്ടറാണ് എന്താ പറയാ, ഇപ്പോ ഈ ബ്ലേഡ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഇങ്ങനെ ആ ഒരു മുറി ഹിജാമ ചെയ്യുന്നു. ഓക്കെ താങ്ക് യു ഡോക്ടർ. ഞാൻ ഈ പോർഷൻ എടുക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് മൊത്തം ബ്ലഡ് അല്ല കേട്ടോ. അതിന്റെ ഒരു ചെറിയൊരു പോർഷനിലാണ് ബ്ലഡ് ഉള്ളത്. കാരണം ഇത് വാക്യൂം ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇത് കൊണ്ട് സക്ക് ചെയ്ത് നമ്മളെ എന്താ പറയുക, സ്കിന്നും ഫ്ലഷും കൂടി സക്ക് ചെയ്ത ഒരു മെയിൻ പോർഷനാണ് അതിന്റെ ഉള്ളിലുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. പിന്നെ അവര് കണ്ടില്ലേ ആ ഒരു ഇത് എല്ലാം എടുക്കുന്നത് അത്രയും ക്ലീൻ ആണ്. അപ്പർ സൈഡ് നിങ്ങൾ കണ്ടപ്പോ മനസ്സിലായില്ലേ, ഒരു തുള്ളി പോലും ബ്ലഡ് ആ ബെഡിലേക്ക് ഒന്നും പോയിട്ടില്ല. അതൊരു എക്സ്പീരിയൻസിന്റെ ഒരു എന്താ പറയാ പാർട്ടായിട്ടാണ്. കണ്ട അത്രേ ബ്ലഡ് ഉള്ളൂ, നിങ്ങൾ കണ്ടില്ല ആ കപ്പില്. പിന്നെ അതിന്റെ ശേഷം സ്പിരിറ്റ് യൂസ് ചെയ്തിട്ട് തോന്നുന്നു ഫുള്ള് ക്ലീൻ ചെയ്തെടുത്ത്. എന്നിട്ട് കണ്ടോ, ഇത് യുനാനിയിലെ ഒരു പൗഡറാണ്, ആ പൗഡർ ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ശേഷം ഇൻഫെക്ഷന് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഇതുവരെയാണ് ഹിജാമ പ്രോസസ്സ്. ഇത് തീർന്നോടുക്കണേ ഹിജാമ പ്രോസസ്സ് തീർന്നു കേട്ടോ. പിന്നെ അതിന്റെ ശേഷം റോഫ്സ് ഓടിച്ചിട്ടോ. എന്നാ ശരിട്ടാ. അങ്ങനെ ഹിജാമ പ്രോസസ്സ് കഴിഞ്ഞിരിക്കാണ്. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഫ്രം ബിൻഷാർ.